നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പീച്ചി ഡാം റിസർവോയറിൽ വീണ പെൺകുട്ടികളിൽ ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രമായി. 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടന്നു. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി മഹോത്സവം സംഘടിപ്പിച്ചു. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ദന്ത്യന്നം മഹോത്സവം 29ാം ദിവസം ഇന്ന് ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ദന്ത്യന്നം നാളെ സമാപിക്കും. മികച്ച സഹകാരിയായിരുന്ന MC ആന്റണി മാസ്റ്ററുടെ സ്മരണയ്ക്കായി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു. തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് ദേശങ്ങളിൽ കൊടിയേറി. വിശദമായ വാർത്തയിലേക്ക്. പീച്ചി ഡാം റിസർവോയറിൽ വീണ പെൺകുട്ടികളിൽ ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചു. പട്ടിക്കാട് ചാണോത്ത് പാറശ്ശേരി വീട്ടിൽ സജിയുടെയും സെറീനയുടെയും മകൾ 16 വയസ്സുള്ള ആൻ ഗ്രേസ് ആണ് മരിച്ചത്. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച ഉച്ചയോടെയായിരുന്നു ആനിന്റെ മരണം. അപകടത്തിൽപ്പെട്ട പട്ടിക്കാട് ചുങ്കത്ത് ഷാജന്റെയും സിജിയുടെയും മകൾ 16 വയസ്സുള്ള അലീന തിങ്കളാഴ്ച പുലർച്ചെയോടെ മരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ആനിന്റെയും മരണം സംഭവിച്ചത്. ചികിത്സയിലുള്ള 2 വിദ്യാർത്ഥികളുടെ നില ഗുരുതരമാണ്. പീച്ചി മുരിങ്ങത്തുപറമ്പിൽ ബിനോജിന്റെയും ജോലിയുടെയും മകൾ എറിൻ, പുളിയമ്മാക്കൽ ജോണിയുടെയും ഷാലുവിന്റെയും മകൾ നിമ എന്നിവരാണ് ചികിത്സയിൽ കഴിയുന്നത്. 4 പെൺകുട്ടികളാണ് പീച്ചി ഡാം റിസർവോയറിന്റെ തെക്കേക്കുളം ഭാഗത്ത് വെള്ളത്തിൽ വീണത്. ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയായിരുന്നു സംഭവം. അപകടത്തിൽപ്പെട്ട 4 പേരും തൃശൂർ സെയിന്റ് ക്ലെയർ സ്കൂളിലെ വിദ്യാർത്ഥിനികളാണ്. നിമയുടെ സഹോദരി ഹിമയുടെ സഹപാഠികളാണ് അപകടത്തിൽപ്പെട്ട 3 പേർ. പള്ളിപ്പെരുന്നാൾ ആഘോഷത്തിന് ഇവരുടെ വീട്ടിൽ എത്തിയതായിരുന്നു കൂട്ടുകാരികൾ. ഉച്ചഭക്ഷണശേഷം റിസർവോയർ കാണാൻ 4 പേരും ഹിമയും കൂടി പോയതായിരുന്നു. ചെരിഞ്ഞു നിൽക്കുന്ന പാറയിൽ കാൽ വഴുതി ആദ്യം 2 പേർ വെള്ളത്തിൽ വീണു. ഇവരെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ മറ്റ് 2 പേരും വീഴുകയായിരുന്നു. കരയിലുണ്ടായിരുന്ന ഹിമയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് വെള്ളത്തിൽ നിന്ന് 4 പേരെയും പുറത്തെടുത്തത്. ഉടൻ CPR നൽകി പ്രദേശവാസിയുടെ കാറിൽ ഒരാളെയും മറ്റു 3 പേരെ 2 ആംബുലൻസുകളിലായും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടന്നു. കൊമ്പൻ ഊട്ടോളി അനന്തൻ ഭഗവതിയുടെ തിടമ്പേറ്റി. കീനൂർ അനുഷ്ഠാന കലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ 100ലേറെ കലാകാരന്മാർ പങ്കെടുത്ത പഞ്ചാരി മേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാർ പ്രമാണിയായി. തുടർന്ന് 20 പൂരസെറ്റ് കരയോഗങ്ങളുടെ നേതൃത്വത്തിൽ കാവടി വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് ആയിരക്കണക്കിന് പേർക്ക് അന്നദാനം നടത്തി. ഉച്ചതിരിഞ്ഞ് നടന്ന കാഴ്ച ശീവേലിക്ക് ചേരാനല്ലൂർ ശങ്കരൻകുട്ടി മാരാരുടെ പാണ്ഡിമേളം അകമ്പടിയായി. തുടർന്ന് വരാക്കര ദേശത്തെ നന്ദിക്കര സാമ്പവരുടെ പന്തൽ വരവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. ദീപാരാധനയ്ക്ക് ശേഷം തായമ്പക നടന്നു. രാത്രിയിൽ 20 ദേശങ്ങളിൽ നിന്നുള്ള പൂരം വരവും വേലവരവും നടക്കും. ചൊവ്വാഴ്ച രാവിലെ നടക്കുന്ന ആറാട്ടോടുകൂടി പൂരം സമാപിക്കും. ക്ഷേത്രം തന്ത്രി ഡോക്ടർ വിജയൻ കാരുമാത്ര, മേൽശാന്തി CS വത്സൻ എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രയോഗം ഭാരവാഹികളായ MV വിജയൻ, MV സുരേഷ്, VK സുനിൽകുമാർ, ഭാഗ്യവതി ചന്ദ്രൻ, CR ബാബുരാജ്, NR വിജയൻ, CR ആര്യൻ എന്നിവർ നേതൃത്വം നൽകി.
ദേശീയപാത പുതുക്കാട് കാർ ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. പുതുക്കാട് തെക്കേത്തുറവ് പള്ളം പൂതംകുറ്റി വീട്ടിൽ ഷനോജിന്റെ ഭാര്യ 38 വയസ്സുള്ള ജിസ്ന, മകൾ 7 വയസ്സുള്ള തന്മയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇതിൽ കുട്ടിയുടെ നില ഗുരുതരമാണ്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തായിരുന്നു അപകടം. തെക്കേത്തുറവിൽ നിന്ന് വന്ന സ്കൂട്ടർ ദേശീയപാതയിലേക്ക് കടക്കുന്നതിനിടെ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്ന കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 2 പേരും തെറിച്ചു വീണു. വനിതാ ഡോക്ടർ ഓടിച്ചിരുന്ന കാറാണ് സ്കൂട്ടറിൽ ഇടിച്ചത്. പരിക്കേറ്റ ജിസ്നയെ അപകടത്തിൽപ്പെട്ട കാറിലും കുട്ടിയെ മറ്റൊരു കാറിലുമാണ് ആശുപത്രിയിലെത്തിച്ചത്. പുതുക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി മഹോത്സവം ഹൃദന്തം 2025 എന്ന പേരിൽ സംഘടിപ്പിച്ചു. MLA സനീഷ് കുമാർ ജോസഫ് ജൂബിലി മഹോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. അൽവർണിയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആനി ഡേവിസ് സുവനീർ പ്രകാശനം ചെയ്തു. SH കോൺവെന്റ് ചാപ്ലൈൻ ഫാദർ ജോസഫ് ഗോപുരം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, മുനിസിപ്പൽ കൗൺസിലർ നിത പോൾ, പ്രിൻസിപ്പാൾ സിസ്റ്റർ ജാനറ്റ്, ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജോസ്ലിൻ, PTA പ്രസിഡന്റ് ലിജോ കുറ്റിക്കാടൻ, ശതാബ്ദി ജൂബിലി കമ്മിറ്റി ജനറൽ കൺവീനർ സ്റ്റാറി പോൾ, അധ്യാപക പ്രതിനിധികളായ ബിയ പോൾ, MD സിനി, സ്കൂൾ ലീഡർ ശ്രീലക്ഷ്മി മേനോൻ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ജൂബിലി ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. നമ്മുടെ നാടിന്റെ അക്ഷര മുത്തശ്ശിയായി നിന്നുകൊണ്ട് രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ദന്ത്യന്നം മഹോത്സവം 29ാം ദിവസം ഇന്ന് ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ദന്ത്യന്നം നാളെ സമാപിക്കും. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിൽ 1 മാസത്തോളമായി നടന്നു വന്നിരുന്ന അത്യപൂർവ വഴിപാടായ ദന്ത്യന്നം മകരം 1-ന് സമാപിക്കും. കുറുമാലിപ്പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ 2 കൈകളിലും വെണ്ണയുമായി നിൽക്കുന്ന ബാലഭാവത്തിലുള്ള കൃഷ്ണപ്രതിഷ്ഠയാണ്. വർഷത്തിൽ ധനു 1 മുതൽ 30 വരെയുള്ള ദിവസങ്ങളിലാണ് ദന്ത്യന്നം വഴിപാട്. ഉണക്കല്ലരി, പച്ചക്കുരുമുളക്, ഇഞ്ചി എന്നിവ നിശ്ചിത അളവിൽ ചേർത്ത് പാചകം ചെയ്ത് അതിൽ തൈര് കൂടി ചേർത്താണ് ദന്ത്യന്നം എന്ന അപൂർവ നിവേദ്യം തയ്യാറാക്കുന്നതും ഭഗവാന് നിവേദിക്കുന്നതും. ദന്ത്യന്നം പ്രഭാതത്തിൽ ക്ഷേത്രനടയിൽ തന്നെ 12 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ഇലയിട്ട് നൽകും. കുട്ടികളില്ലാത്ത ദമ്പതികൾ ദന്ത്യന്നം വഴിപാട് നടത്തുന്നത് സന്താനഭാഗ്യത്തിന് ഉത്തമമാണെന്നാണ് വിശ്വാസം. മഹാഭാരത യുദ്ധത്തിന് പോകുന്ന ഭഗവാൻ കൃഷ്ണന് പാഞ്ചാലി പാചകം ചെയ്തു കൊടുത്ത ഭക്ഷണമായിരുന്നു ദന്ത്യന്നം എന്നാണ് വിശ്വാസം. ദന്ത്യന്നത്തോടൊപ്പം ഭഗവാന് നിവേദിച്ച പാൽപായസം, വെണ്ണ, കദളിപ്പഴം എന്നിവയും കുട്ടികൾക്ക് ഇലയിൽ വിളമ്പും. 29ാം ദിവസമായ ഇന്ന് 100 കണക്കിന് കുട്ടികളും വിശ്വാസികളും രാവിലെ ക്ഷേത്രത്തിലെത്തി. പതിവ് പോലെ 100ഓളം കുട്ടികൾ ദന്ത്യന്നം നിവേദ്യം കഴിച്ചു. ശേഷം ശ്രീ ചിന്മയ സത്സംഗ നാരായണീയ സമിതി നീരാഞ്ജലി തൃശൂർ നാരായണീയ പാരായണം നടത്തി. ഇന്നത്തെ പ്രസാദ ഊട്ട് നടത്തിയത് മഠത്തി വീട്ടിൽ വിലാസിനിയമ്മ സ്മരണയ്ക്ക് മകൻ ഹരിനാരായണ മേനോനാണ്. 30 ദിവസമായി നടന്നു വന്നിരുന്ന ദന്ത്യന്നം മഹോത്സവം നാളെ സമാപിക്കും. മികച്ച സഹകാരിയായിരുന്ന MC ആന്റണി മാസ്റ്ററുടെ സ്മരണയ്ക്കായി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു. സഹകരണ മേഖലയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി പറഞ്ഞു. തൃശൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK കണ്ണന് പുരസ്കാരം സമ്മാനിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി.
സഹകരണ മേഖലയിലെ നിക്ഷേപങ്ങൾ ദേശസത്കൃത ബാങ്കുകളിലേക്കും സ്വകാര്യ ബാങ്കുകളിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യം, മന്ത്രി പറഞ്ഞു. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷനായി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മോറേലി, മുൻ മുനിസിപ്പൽ ചെയർമാൻ VO പൈലപ്പൻ, RJD ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി, ഫാദർ വർഗീസ് പാത്താടൻ, CA തോമസ്, TJ പൗലോസ്, ഡോക്ടർ CC ബാബു, IA റപ്പായി, ജോസ് പൈനാടത്ത്, VC ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അതിന്റെ ലോൺ കൊടുത്ത രീതി 2008 212.5 ലക്ഷം കോടിയാണ്. സാമ്പത്തിക, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിൽ സഹകരണ പ്രസ്ഥാനം കൈവരിച്ച തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് ദേശങ്ങളിൽ കൊടിയേറി. വൈകിട്ട് നടന്ന സാംസ്കാരിക സമ്മേളനം പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് AG രാജേഷ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ പ്രശസ്ത സിനിമാ സംവിധായകൻ ഒമർ ലുലു വിശിഷ്ടാതിഥിയായി. എല്ലാ ദിവസവും വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ജനുവരി 19 ഞായറാഴ്ചയാണ് പൂരം. 3 ദേശങ്ങളിൽ നിന്നായി 7 ആനകൾ അണിനിരക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചി ഡാം റിസർവോയറിൽ വീണ പെൺകുട്ടികളിൽ ചികിത്സയിലായിരുന്ന 2 പേർ മരിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഭക്തിസാന്ദ്രമായി. 20 ഗജവീരന്മാരെ അണിനിരത്തി എഴുന്നള്ളിപ്പ് നടന്നു. ദേശീയപാത പുതുക്കാട് കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരായ അമ്മയ്ക്കും മകൾക്കും പരിക്കേറ്റു. ചാലക്കുടി സേക്രഡ് ഹാർട്ട് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതാബ്ദി ജൂബിലി മഹോത്സവം സംഘടിപ്പിച്ചു. രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലെ ദന്ത്യന്നം മഹോത്സവം 29ാം ദിവസം ഇന്ന് ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. ദന്ത്യന്നം നാളെ സമാപിക്കും. മികച്ച സഹകാരിയായിരുന്ന MC ആന്റണി മാസ്റ്ററുടെ സ്മരണയ്ക്കായി അനുസ്മരണ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു. തലവണിക്കര ചാത്തനായ്ക്കൽ ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ 7 ദിവസം നീണ്ടുനിൽക്കുന്ന ഉത്സവത്തിന് ദേശങ്ങളിൽ കൊടിയേറി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.